ഇടുക്കിയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് ഉടുമ്പൻചോല എം.എൽ.എ. എം. മണി. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമവും എന്ന വിഷയത്തിൽ ജനുവരി 10 പൂപ്പാറയിൽ നടക്കുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും എം. മണി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. മനുഷ്യന് കൃഷി ചെയ്തോ വഴിയിലൂടെ ഇറങ്ങി നടക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. ജില്ലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിനാൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വന്യജീവി ആക്രമണം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഉടുമ്പൻചോല എം.എൽ.എ. എം. മണി പറഞ്ഞു. ഇതിനോട് ജനങ്ങളെ അണിനിർത്തി വളരെ ശക്തമായ പ്രതികരണം രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗവൺമെന്റിന് ശ്രദ്ധ ഈ കാര്യത്തിൽ കൊണ്ടുവരാം എന്നതാണ് ഈ പ്രക്ഷോഭണത്തിൻ്റെ എല്ലാം ലക്ഷ്യമാണ്. ഗവൺമെന്റ് നടപടിയെടുക്കുക ഒന്നാമത്തെ കരുതല. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഭീഷണിയെ നേരിടാൻ നമ്മൾ വേണ്ടത്ര നല്ല തയ്യാറെടുപ്പ് നടത്തി നേരിടുക എന്നുള്ളതല്ലാതെ നമുക്ക് ഇവിടുന്ന് ഒഴിവായി പോകാൻ കഴിയില്ല. നമ്മൾ ഏതായാലും ഇവിടെ പെട്ടുപോയതിന് വരുന്ന ഭീഷണിയെ നേരിടുകയല്ല വേറെ ഭൂമിയിൽ നമ്മുടെ മുമ്പിലില്ല. അതിന് സാമം ദാനം ഭേദം ദണ്ണം എല്ലാം മാർഗവും നമ്മൾ ഉപയോഗിക്കുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഗവൺമെൻറ് ഗവൺമെന്റിന് പരിമിതിയുണ്ട്. പക്ഷെ പരിമിതി ആണെങ്കിലും ഗവൺമെന്റ് സംവിധാനത്തിന് നേരിടാൻ നിയമപരമായി കഴിയും. നമ്മൾ നേരിട്ട ഇല്ലാത്ത കേസായി, അറസ്റ്റായി, ഭീഷണിയായി, ജയിലായി, ഇതെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള നാനാതരം പ്രതിസന്ധിയിലാണ് ഇടുക്കി ജില്ല, പ്രത്യേകിച്ചും മൂന്നാർ, മറയൂര്, ശാന്തമ്പാറ ഈ മേഖലകളെല്ലാം ഇപ്പം നമ്മൾ നേരിടുന്നത്. മൂന്നാറിലൊക്കെ ആന വഴിയൊന്നും മാറുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. VN മോഹനൻ, NP സുനിൽകുമാർ, ലിജു വർഗീസ്, NR ജയൻ, VV ഷാജി, VA കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു.